ഭാഗവത്തിലെ ദശമസ്കന്ധം വർണ്ണിച്ചു വരികയാണ്. പലതരത്തിലുള്ള ഭഗവാന്റെ ലീലകൾ. അതിൽ രാസക്രീഡയാണ് ഇനി വർണ്ണിക്കാനുള്ളത്. ഓരോരോ കഥകളും സൂചിപ്പിക്കുന്നത് പറഞ്ഞു. ഓരോരോ തരത്തിലുള്ള അഭിമാനങ്ങൾ നമുക്കുണ്ട്. ഓരോന്നും ഒഴിവാക്കിയാലേ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഗോപി വസ്ത്രാപഹാര ലീലയിലൂടെ ശരീരാഭിമാനം ഇല്ലാണ്ടിയാക്കി, വിപ്രപത്നി അനുഗ്രഹം അതിലൂടെ ബ്രാഹ്മണർക്കുള്ള ജാത്യാഭിമാനം ഇല്ലാതെയാക്കി, പിന്നെ ഇന്ദ്രൻ്റെ ഗർവ് ശമിപ്പിച്ചു, പദവിയോടുള്ള അഭിമാനം ഇല്ലാണ്ടിയാക്കി, രുചിയോടുള്ള താല്പര്യം ഇല്ലാണ്ടിയാക്കി. അതാണ് വരുണജയം. പിന്നെയാണ് കാമവിജയം, അതാണ് രാസക്രീഡ. കാമത്തെ ജയിക്കുകയാണ്, അല്ലാണ്ട് കാമത്തിൽ പെടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ഭാഗമാണ് രാസക്രീഡ. രസം ആണ് ഏറ്റവും പ്രധാനം. നമ്മളൊക്കെ എല്ലാ പണിയും ചെയ്യുന്നത് രസിക്കാനാണ്. രസമായിട്ടിരിക്കാം എന്നുള്ള വിചാരത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ട് എന്നുള്ളത് കൊണ്ടിരിക്കണു, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു രസം, ഏതോ ഒരു രസമാണ്, എന്തോന്നില്ല രസമുണ്ട്, ഏതോ ഒരു രസം ഉദ്ദേശിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതെ, എല്ലാവരും അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. ശരിക്കും രസമിരിക്കുന്നത് എവിടെയാണെന്ന് അറിയണില്ല, അവിടെയാണ് ക്ലേശം. ശരിക്കും രസമുള്ളത് ഭഗവാനിലാണ്. അതാണ് രസസ്വരൂപൻ, ആനന്ദസ്വരൂപൻ. അതുകൊണ്ട് ഉപനിഷത്ത് പറയും രസോവൈ സഹ ഏവായം ഗൃഹ്യ. അതാണ് അത് കിട്ടിയ ഏവായം ലബ്ധ്വ ആനന്ദീ ഭവതി. അത് കിട്ടിക്കഴിഞ്ഞാൽ ആനന്ദമായിട്ടിരിക്കാം. ശരിക്കും കിട്ടേണ്ടതല്ല, ഉള്ളതാണ്. പക്ഷേ അതിനെ അറിയാത്തത് കൊണ്ടാണ് ഈ ക്ലേശം. അത് അനുഭവിപ്പിച്ചു കൊടുക്കുക, അത് അറിയിച്ചു കൊടുക്കുക, അതാണ് ഈ രാസക്രീഡ. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ കഥ നോക്കിയാൽ മനസ്സിലാവും. ഏതായാലും ഭഗവാൻ ആ ഗോപസ്ത്രീകൾ പക്വമതികളാണ്. അവർക്ക് ഇനി ആ അനുഭൂതിക്കുള്ള അർഹത അവർക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അവരോട് കൃപ കാണിച്ചു. അതാണ് യോഗമായാം ഉപാശ്രിത. യോഗമായ പറഞ്ഞാൽ ഭഗവാന്റെ കൃപാശക്തി, അതാണ് അർത്ഥം. ഏതായാലും ഭഗവാന്റെ കാരുണ്യം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനിലെത്താൻ സാധിക്കുകയാണ്. തതോടുരാജ കകുഭക്കരൈർമുഖം പ്രാച്യ വിലിംബൻ അരുണേന ശന്തമൈ. ഒരു ശരത്കാല സുന്ദര രാത്രിയിൽ ഭഗവാൻ വനത്തിലേക്ക് ചെന്നു. അവിടെ വെച്ച് മനോഹരമായിട്ട് വേണുഗാനം ചെയ്തു. നിശമ്യഗീതം തദനംഗവർദ്ധിതം. അനംഗവർദ്ധനം. അനങ്കൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. അനങ്കൻ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം. അംഗം എന്ന് പറഞ്ഞാൽ ശരീരമാണ്, ശരീരമില്ലാത്തവൻ. ശരീരാഭിമാനം അവർക്ക് ഇല്ലാണ്ടിയായി എന്നർത്ഥം. അനംഗവർദ്ധനം. എന്താ അതിനുള്ള തെളിവ്? അവർ വന്നതെങ്ങനെയാണ്? വ്യത്യസ്ത വസ്ത്രാഭരണാഹ. വസ്ത്രവും ആഭരണമൊക്കെ തമ്മിൽ മാറിയെന്നാണ്. ചിലർ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ചിലർ കഴുത്തിലുള്ള ആ മാല അരഞ്ഞാണം പോലെ കെട്ടിയിട്ടുണ്ട്. ഒരു മൂക്കുത്തിരുത്ത് കമ്മലാക്കി വെച്ചിട്ടുണ്ട്. കൺമഷി ഒരു കണ്ണ് എഴുതിയിട്ടുള്ളൂ. അപ്പോഴേക്കും വേണുഗാനം കേട്ടു, കണ്ണ് എഴുതാണ്ട് പോയി. എന്തിനാ അങ്ങനെ വർണ്ണിക്കണോ? അവരെ കളിയാക്കാനാണോ? അല്ല, അതിനല്ല. അവരുടെ മഹത്വം ബോധിപ്പിക്കാനാണ്. കൃഷ്ണൻ ജനിച്ച സമയത്ത് ഇവർ കാണാൻ പോയത് എങ്ങനെയാ? ഗോപ്യ സ്വമൃഷ്ടമണി കുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബര പതിശിഖാച്യുതമാല്യവർഷ. അന്ന് അവർക്ക് അഭിമാനം ഉണ്ടായിരുന്നു. അതാണ് ഉടുത്തൊരുങ്ങിപ്പോയത്. ഇപ്പം കുറച്ചും കൂടി വലുതായി കൃഷ്ണൻ. ശരിക്കും പറഞ്ഞാൽ അവർ നല്ലോണം ഒരുങ്ങുക വേണ്ടത്. പക്ഷേ ആ സ്ഥാനത്ത് അവർ ഒരുങ്ങിയില്ല. കാരണം അവർക്ക് ദേഹാഭിമാനം പോയി. ഏത് ലീലയിലൂടെ? കുറച്ച് മുന്നേ ഗോപി വസ്ത്രാപഹാര ലീലയിലൂടെ ദേഹാഭിമാനം പോയിട്ടുണ്ടെന്ന് കാണിക്കുകയാണ്. അല്ലാണ്ട് അവരെ കളിയാക്കാൻ പറയല്ല. നിശമ്യഗീതം. ആ വേണുഗാനം അവർ കേട്ടു. എല്ലാവരും കേട്ടു? ഇല്ല. ചിലർ കേട്ടു. എല്ലാവരും പോയോ? ഇല്ല. ചിലർ പോയി ആണ്. എല്ലാവർക്കും നോട്ടീസ് കിട്ടിയോ? ഇല്ല. ചിലർക്ക് കിട്ടി. നോട്ടീസ് കിട്ടിയവരൊക്കെ എത്തിയോ? ഇല്ല. ചിലരെത്തി എന്നാണ്. അത് ഉള്ളുന്നാണ് ഈ വേണുഗാനം കേൾക്കുന്നത്, പുറമേയല്ല. പോണം പോണം, ഭഗവാനിലെത്തണം എന്നുള്ള ആ ഒരു ഉൾവിളി, അതാണ് ഈ വേണുഗാനം. അതെല്ലാവർക്കും കേൾക്കാൻ പറ്റിക്കോളുന്നില്ല. മനുഷ്യനായിട്ട് ജനിച്ചവർക്കൊക്കെ ഈ ഉള്ളിൽ ഈശ്വരനെ നേടണം എന്നുള്ള വിചാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ചിലർക്ക് ആണ്. ഭഗവാന്റെ കാരുണ്യമുള്ളവർക്ക്. അതാണ് വേണുഗാനം. അത് കേട്ട് അവർ ഓടി വന്നു. പല ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാം മാറ്റി, എല്ലാം അവർ നിർത്തി ഓടി വന്നു. ഭർത്താക്കന്മാരെ മാറ്റി, കുട്ടികളെ മാറ്റി നിർത്തി, അച്ഛനമ്മമാരെ മാറ്റി അവർ ഓടി വന്നു കാട്ടിലേക്ക്. അവിടെ വെച്ച് ഭഗവാൻ അവരോട് പറഞ്ഞു, സ്വാഗതം വോ മഹാഭാഗ. അല്ലയോ മഹാഭാഗ്യവതികളെ. എന്താ വിളിച്ചത്? ഭാഗ്യം ഉണ്ടെങ്കിൽ എത്താൻ സാധിക്കുള്ളൂ. നിങ്ങൾ എത്തിയില്ലേ? നന്നായി. നിങ്ങൾ എന്തിനാ ഈ കാട്ടിലേക്ക് വന്നു? ഘോരമായിട്ടുള്ള കാടാണ്. ഇവിടെ പല ജന്തുക്കളും ഉണ്ട്. ഈ രാത്രി സമയം ഇങ്ങോട്ട് വരണം വെച്ചാൽ എന്താ അപ്പം? അത് മാത്രമല്ല, നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലേ, അച്ഛനമ്മമാരില്ലേ, മക്കളില്ലേ? അങ്ങനെയുള്ളവർ ഇവിടെ വന്നിരിക്കുകയാണോ? അവിടെ വെച്ച് ഭഗവാൻ പതിവ്രതാ ധർമ്മമൊക്കെ ഉപദേശിക്കുകയാണ്. അതെന്തിനാ ചോദിച്ചാൽ, എല്ലാം വിട്ട് ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഓടി വന്ന സന്യസിക്കാനായിട്ട് മോഹിച്ചു വരുന്ന ശിഷ്യനോടും ഗുരുനാഥൻ ഇതേ കാര്യം പറയും എന്നാണ്. ഭാര്യയില്ലേ, മക്കളില്ലേ, ജോലിയില്ലേ, അച്ഛനമ്മമാരില്ലേ? ആലോചിച്ചിട്ട് തന്നെയാണോ? ചിലർ പറയും അത്ര ആലോചിച്ചില്ല, പിന്നെ വരാം, ശരി. ചിലർ പറയും ഒക്കെ ആലോചിച്ചു ആണ്, നല്ലോണം ആലോചിച്ചു, എല്ലാം ഞാൻ ഭഗവാനെ ഏൽപ്പിച്ചു. ശരി, എന്നാ കാവിത ഇരുന്നോളൂ, ഇനി പഠിക്കാം എന്നാണ്. ആ ഉറപ്പുണ്ടോന്ന് പരീക്ഷിക്കുകയാണ്. അതാണ് ധർമ്മത്തെപ്പറ്റി പറഞ്ഞു നോക്കിയത്. അവർക്ക് ഉറപ്പുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ഈ ഉപദേശം കേൾക്കാൻ വന്നതല്ല, ഞങ്ങളൊരു പരപുരുഷൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് പോലെ വന്നതുമല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ട് പറയാം. അവർ തിരിച്ചു പോകണമെന്നുള്ള വിചാരം ഇല്ലാണ്ട് വന്നതാണ്. അതവർ പാടി. അതാണ്
പ്രണയഗീതം. മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സന്ത്യജ്യ സർവവിഷയാൻ തവ പാദമൂലം ഭക്താ ഭജസ്വ ദുരവഗ്രഹമാത്യജാസ്മാൻ ദേവോ യഥാതിപുരുഷോ ഭജതേ മുമുക്ഷൂൻ. അങ്ങനെ ഞങ്ങളോട് സംസാരിക്കരുതേ, ഞങ്ങളെല്ലാം ഒഴിവാക്കി വന്നവരാണ്, എല്ലാം അങ്ങയിൽ സമർപ്പിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ, അങ്ങയുടെ വാക്കല്ലേ അത്. മാമേകം ശരണം വ്രജ, എല്ലാം ഒഴിവാക്കിയിട്ട് എന്നെ ആശ്രയിച്ചവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കും. ഞങ്ങൾ തിരിച്ചു പോകണമെന്നുള്ള ഉദ്ദേശത്തിലല്ല, ഒരു പുരുഷനായിട്ട് കണ്ടുവന്നതല്ല, പരമപുരുഷനായിട്ട് കണ്ടുവന്നതാ. ഞങ്ങൾക്കറിയാം അങ്ങ് ആരാണ്. നിത്യപ്രിയേ പതിസ്തുതാദിഭിരാർത്തിതൈഹിക്കും. ഈ പ്രണയഗീതം വായിച്ചാൽ അവരുടെ യോഗ്യത നമുക്ക് മനസ്സിലാവും. സാധാരണ സ്ത്രീകളല്ല. ഉപനിഷത്ത് ജ്ഞാനമൊക്കെ ഉപനിഷത്ത് വായിച്ചില്ലെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവർക്കറിയാം. അതുകൊണ്ട് അവർ പറയാണ്, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ അവരൊക്കെ അനിത്യപ്രിയന്മാരാണ്. തൽക്കാലം അവരോട് പ്രിയം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ആ പ്രിയം പോവും. നമുക്കിപ്പം പലരോടും പ്രിയമുണ്ട്, എല്ലാ കാലവും ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? എന്ന് പ്രിയമുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അവർക്ക് ഇങ്ങോട്ടുള്ള പ്രിയം കുറച്ച് കഴിഞ്ഞാൽ പോയി എന്ന് വരും എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ നിത്യം പ്രിയമായിട്ടൊരാളെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്. നിത്യപ്രിയേ. ഇനി പലരോടും നമുക്ക് പ്രിയം തോന്നാൻ കാരണം ഈ പ്രിയൻ അതിലുള്ളതുകൊണ്ടാണ്. ഭർത്താവിൽ ഈശ്വരനുള്ളതുകൊണ്ടാണ് ഭർത്താവിനെ സ്നേഹിക്കുന്നത്. ഈശ്വരൻ പോയാൽ പിന്നെ ഭർത്താവിനെ സ്നേഹിക്കുമോ? മക്കളെ സ്നേഹിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്, അതിലൊക്കെ ഈശ്വരനുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഉപാധി വിട്ട് അങ്ങയെ സ്നേഹിക്കുകയാണ് ഞങ്ങൾ. നിത്യപ്രിയനാണ് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പാദൗ പദം ന ചലതഃ തവ പാദമൂലാത് യാമഃ കഥം വ്രജമഥോ കരവാമ കിം വാ. ഞങ്ങൾക്കായിട്ട് വേറെ ഞങ്ങളെ ഇവിടെ വീട്ടിൽ വേറെ മുറിയൊന്നുമില്ല, പൂജാമുറി പോലെ. ഞങ്ങളെപ്പോഴും അങ്ങയെ തന്നെയാണ് ധ്യാനിക്കാറ്. നമുക്കൊക്കെ പൂജാമുറി ഉണ്ട്, അവിടെ വിളക്ക് എത്തിച്ച് 10 മിനിറ്റ് അവിടെ ഇരുന്ന് നാമം ജപിക്കുക. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. സദാസമയം പാല് കാച്ചുമ്പോഴും വെണ്ണ എടുത്തു വയ്ക്കുമ്പോഴും തൈര് കലക്കുമ്പോഴും ഒക്കെ അങ്ങയുടെ വിചാരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മനസ്സിൽ അങ്ങയെ തന്നെ വിചാരം ചെയ്ത് ഇനി അങ്ങയെ അടയ, അത്രയേ ഉള്ളൂ. വേറെ ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. തിരിച്ചു പോകാൻ ഉദ്ദേശിച്ച് വന്നതുമല്ല, എല്ലാം വിട്ടു വന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ. അങ്ങനെയുള്ള അവർക്ക് ആ അനുഭൂതി കൊടുക്കണം എന്ന് കരുതി അവരുടെ കൂടെ നൃത്തം വെച്ചു. അതാണ് രാസക്രീഡ. ഗോപീഹി ആത്മാരാമഹ അപി അരീരമത്. പ്രത്യേകം എടുത്ത് പറയണം, ഈ വരികളൊക്കെ ഓർത്തു വയ്ക്കണം, കാരണം പലരും വിമർശിക്കും. അപ്പോഴൊക്കെ കാര്യം എടുത്ത് പറയേണ്ടതാണത്. ഗോപീഹി ആത്മാരാമഹ. ഭഗവാൻ ആരാണ്? ആത്മാരാമനാണ്. ഭഗവാനെ രമിക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല. അഭി അരീരമത്. എന്നാലും ഭഗവാൻ അവരുടെ കൂടെ രമിപ്പിച്ചു അവരെ. ഏതുപോലെ ആത്മാരാമനായിട്ടുള്ള ഭഗവാൻ അങ്ങനെ നൃത്തം വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവർ സന്തോഷിക്കട്ടെ കരുതി നൃത്തം വെച്ചു. മുത്തശ്ശന്മാരൊക്കെ പേരക്കുട്ടികളുടെ കൂടെ കളിക്കുന്ന പോലെ. മുത്തശ്ശൻ കളിക്കാൻ മോഹിച്ചിട്ടല്ല, കുട്ടിക്ക് സന്തോഷമാവട്ടെ എന്നാണ്. ചിലപ്പോൾ ബലൂൺ തട്ടി കളിക്കും മുത്തശ്ശൻ കുട്ടിയുടെ കൂടെ. മുത്തശ്ശന് ബലൂൺ തട്ടി കളിക്കാൻ മോഹമായിട്ടല്ല. ആ ബലൂൺ അഥവാ പൊട്ടിപ്പോയാലും മുത്തശ്ശന് വിഷമവുമില്ല. ആർക്കാ വിഷമം? ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഭഗവാനെ കാണാണ്ട് ഗോപികൾ കരഞ്ഞു, ഭഗവാൻ കരഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ കരുതി ഭഗവാൻ അവരുടെ കൂടെ നൃത്തം വെച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ലേശം ഒരു അഹങ്കാരം ഉണ്ടായി. അതിനെയാണ് സൗഭഗമതെന്ന് പറയുക. ഭക്തന്മാർക്കുണ്ടാവുന്ന അഹങ്കാരമാണ്. ഭഗവാൻ എനിക്ക് സ്വന്തം എന്നൊരു വിചാരം. ഭഗവാൻ എൻ്റെ ഭഗവാൻ. പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഞാനില്ലെങ്കിൽ ഭഗവാന്റെ കാര്യം നടക്കില്ല. കുറച്ചധികം ആയില്ലേ? ഞാനില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കാര്യമൊക്കെ കഷ്ടം. അങ്ങനെയല്ല, ഭഗവാൻ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമെന്നേ പറയാവൂ. തിരിച്ച് പറയാൻ തുടങ്ങിയ ബുദ്ധിമുട്ടാവും. ഇവർക്കിപ്പോൾ അങ്ങനെയായി. ഭഗവാന് ഞങ്ങളില്ലാണ്ട വയ്യ ആദ്യം, പിന്നെ ഞാനില്ലാണ്ട വയ്യ. ഇതിൽ തന്നെ എന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ അങ്ങോട്ട് തോന്നി തുടങ്ങിയപ്പം ഭഗവാനെ കാണാതെയായി. ഭഗവാൻ മറന്നതല്ല, ഭഗവാൻ എങ്ങോട്ട് പോവാൻ, എവിടെയും എങ്ങും നിറഞ്ഞു നിൽക്കണ ഭഗവാൻ എങ്ങോട്ട് പോവാൻ. പക്ഷേ ഇവർക്ക് ഈ അജ്ഞാനം വന്നപ്പോൾ എന്ത് പറ്റി? അഹങ്കാരം വന്നപ്പോൾ ഭഗവാനെ കാണാതെയായി. ഇതാണ് വിളക്കെന്നുള്ള വിചാരം ഉണ്ടായി. പിന്നെ ഓട് കാണില്ല. ഓടവിടെ ഉണ്ട്, പക്ഷെ കാണാണ്ടേ. ഇതാണ് അതാ പറ്റിയത്. അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞു, തത്രൈവ അന്തരധീയത. അവിടെ തന്നെ മറഞ്ഞു. അല്ല, അവിടെ ഉണ്ട്. അവർക്ക് അഹങ്കാരം വന്നപ്പോൾ കണ്ടില്ല. അതോടുകൂടി അവർ കരയാൻ തുടങ്ങി. ഭഗവാൻ എവിടെ പോയി എന്ന് അന്വേഷിച്ചു. അല്ലയോ അശ്വത്ഥമേ, ആൽമരമേ നീ കണ്ടുവോ? അങ്ങനെ കാണുന്നവരോടൊക്കെ ചോദിച്ചു. മരങ്ങളൊക്കെ പുരുഷന്മാരാണ്. സംസ്കൃതത്തിൽ അങ്ങനെയാണ് പറയാം. മരങ്ങളൊക്കെ പുരുഷന്മാരും വള്ളികളൊക്കെ സ്ത്രീകളാണ്, പൂക്കളൊക്കെ സ്ത്രീകളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ലെങ്കിലും ആണുങ്ങളോട് വിഷമം പറഞ്ഞാൽ മനസ്സിലാവും, പെണ്ണുങ്ങളെ വിഷമം പെണ്ണുങ്ങൾക്കല്ലേ അറിയുള്ളൂ. കച്ചി തുളസി കല്യാണി, അല്ലയോ തുളസി മുല്ലേ, നീ കണ്ടോ ഭഗവാൻ പോയ വഴി? നിൻ്റെ ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ കാലിലല്ലേ നീ എപ്പോഴും ഇരിക്കാറ് തുളസി? നീ കണ്ടിട്ടുണ്ടോ ഭഗവാൻ പോയ വഴി എന്നൊക്കെ ചോദിച്ചപ്പം തുളസി പറഞ്ഞു കൊടുത്തു തോന്നുന്നു. അവർ കണ്ടെത്തി. കുറച്ച് ദൂരത്തു നിന്നായിട്ട് കുന്ദസ്രജ കുലപതേരിവ കുലപതേരി ഹവാതി ഗന്ധ. ഭഗവാന്റെ ആ കളഭത്തിൻ്റെ ഗന്ധം, ചന്ദനത്തിൻ്റെ, തുളസിയുടെ ഗന്ധം അവർക്ക് മനസ്സിലായി. ആ വഴിക്ക് ഭഗവാൻ പോയിട്ടുണ്ട്. ഭഗവാന്റെ പാദചിഹ്നങ്ങളൊക്കെ കണ്ടു, അന്വേഷിച്ചെന്നു. ആ പാദത്തിൻ്റെ കൂടെ തന്നെ വേറൊരു ഗോപികയുടെ പാദം അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് ദൂരം പോയപ്പം ഗോപിയുടെ പാദമില്ല. ഭഗവാന്റെ പാദം കുറച്ചധികം അമർന്നിട്ടുമുണ്ട്. മനസ്സിലായി. അവളെടുത്തു. അതുകൊണ്ടല്ലേ വെയിറ്റ് കൂടുമ്പോഴല്ലേ മടമ്പ അമരുക, അതല്ലേ ഇവിടെ കുഴി കാണുന്നത്.
ആരാണ് ആ ഭാഗ്യവതി, ആരെയാണ് ഭഗവാൻ എടുത്തു കൊണ്ടുപോയത് എന്നൊക്കെ അവരങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നാലെ പോയി കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയപ്പം ആരെ കണ്ടു? ആ ഗോപിക അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഭാഗവത്തിൽ പേര് പറയണില്ലെങ്കിലും ഭക്തന്മാർ പറയും അത് രാധാദേവിയാണെന്ന് പറയും. എല്ലാവർക്കും അഹന്ത വന്നപ്പോൾ രാധയ്ക്ക് അഹന്ത ഒന്നുമില്ല, ഈ വിചാരം ഉണ്ടായില്ല. അങ്ങനെ ഭഗവാന്റെ കൂടെ തന്നെ ആര് പോയി? രാധ അങ്ങനെ പോയി. കുറച്ച് ദൂരം പോയപ്പോഴാണ് രാധയ്ക്ക് മനസ്സിലായത് എൻ്റെ കൂടെ മാത്രമേ ഭഗവാനുള്ളൂ. അത് രാധയ്ക്കൊരു വിഷമമായിട്ട് തോന്നി ആണ്. അത്രയ്ക്കും സ്വാർത്ഥതയില്ലാത്തവർക്ക്, നിഷ്കളങ്ക മനസ്സുള്ളവർക്ക് അങ്ങനെയാണ്. നമ്മൾ ഒരുമിച്ച് പഠിച്ചു ആണ്, കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് പഠിച്ചു. എന്നിട്ടോ ഒരാൾ മാത്രം പാസ്സായി. ആ പാസ്സായ ആൾ ശുദ്ധ ഹൃദയമുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്താ തോന്നുക അറിയോ? വേണ്ടില്ലായിരുന്നു, താൻ മാത്രം പാസ്സായി. ഒരുമിച്ച് പഠിച്ചതാ, ആ വീട്ടിൽ പോയിട്ടാണ് പഠിച്ചത്, അവൻ്റെ അമ്മ ഉണ്ടാക്കി ചായ കുടിച്ചത്. എന്നിട്ട് അവിടെ ഇരുന്ന് പഠിച്ചിട്ട് ഇപ്പോൾ അയാൾ തോൽക്കുകയും ചെയ്തു, ഞാൻ ജയിക്കുകയും ചെയ്തു. വേണ്ടില്ലായിരുന്നു. അതാണ് ഇപ്പോൾ രാധയ്ക്ക് പറ്റിയത്. ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് ഉപാസിച്ചു. തനിക്ക് മാത്രമായിട്ട് ഈ ഒരു ഗുണം വേണ്ട, അതുകൊണ്ട് അവർക്കും കൂടി ഈ ഗുണം ഉണ്ടാവണം എന്ന് കരുതി അവർക്ക് വേണ്ടി ഒന്നും കൂടി എഴുതി പരീക്ഷ. അവിടെ നിന്ന് രാധാദേവി കരയാണ്. ഹാ നാഥ രമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ. ഈ കരച്ചിലാര് കേട്ടു? ഗോപികമാർ കേട്ടു. അവർക്ക് മനസ്സിലായി ഇതുപോലെ കരഞ്ഞാലേ ആരെ കിട്ടുള്ളൂ? ഭഗവാനെ കിട്ടുള്ളൂ. അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പുസ്തകം എടുത്ത് വായിച്ചു, ഇനി വായിക്കാൻ പുസ്തകമൊന്നുമില്ല, ഒക്കെ ഇരുന്ന് വായിച്ചു. എത്രയോ ആശ്രമങ്ങളിൽ പോയി, എത്രയോ ഗുരുനാഥന്മാരെ കണ്ടു. ഗുരു ഹണ്ടിങ് ആണ്. അങ്ങനെയാണ് ചിന്മയാനന്ദ സ്വാമി പറയുന്നത്. വേട്ടയാടുക. ഗുരുനാഥന്മാരങ്ങനെ നോക്കുക, എവിടെയാ കിട്ടുക നോക്കുകയാണ്. തേടിയാൽ കിട്ടുന്നതല്ല, പാടിയാലേ കിട്ടുള്ളൂ മനസ്സിലായി. അങ്ങനെയാണ് അവർ ഭഗവാനെ കിട്ടാനായിട്ട് പാടാൻ തുടങ്ങി. നമ്മുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? അഹന്തണ്ട്. അന്വേഷിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വിചാരം, ആ അഹന്തം കണ്ട് പോയാൽ ഉള്ളത് ഭഗവാനാണ്. അത്രയേ ഉള്ളൂ. ബുദ്ധനോട് ഒരാൾ പറഞ്ഞു ഐ വാണ്ട് പീസ് എന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു പീസ് അവിടെ ഉണ്ട്, പിന്നെ ആദ്യത്തെ രണ്ടെണ്ണം ഒഴിവാക്കിയാൽ മതി. ഐ വാണ്ട്, ഇത് രണ്ടും പോയാൽ അവിടെ എന്തുണ്ട്? സമാധാനം അവിടെ ഉള്ളതാ, ഭഗവാൻ അവിടെ ഉള്ളതാ. അത് കാണാണ്ടിരിക്കണം നമ്മുടെ ഈ അഹന്ത കൊണ്ടാണ്, അത് ഒഴിവാക്കിയാൽ മതി. ആ അഹന്ത നീങ്ങാനായിട്ട് അവർ പാടി. അതാണ് ഗോപികാഗീതം.